സീതായണം കവിത എഴുതിയത് ശർമിള പനോളി. മലയാള കവിതാലോകത്ത് പെണ്ണനുഭവങ്ങളെ ആഴത്തിൽ അടയാളപ്പെടുത്തിയ കൃതിയാണ് ശർമിള പനോളിയുടെ സീതായണം. പുരുഷകേന്ദ്രീകൃതമായ ചരിത്രവഴികളിൽ നിശബ്ദയാക്കപ്പെട്ട സീതയുടെ ആത്മസംഘർഷങ്ങളെയും അവളുടെ കരുത്തിനെയും ഈ കവിത വരച്ചുകാട്ടുന്നു. അഗ്നിശുദ്ധിയല്ല, മറിച്ച് ആത്മശുദ്ധിയാണ് വലുതെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പെൺമനസ്സിനെ നമുക്കിവിടെ കാണാം. 4 ദേശത്തിനും കാവലാളാണ് ഈ അണ്ടലൂർ കാവ്. സ്വയംവരച്ചാപത്തിൽ നിന്നും തെറിച്ചു വീണൊരീ സ്ഫുലിംഗം ഈ അണ്ടലൂർ കാവ്. ശ്രീരാമ പട്ടാഭിഷേകത്തിനായി നാടൊരുങ്ങി നാട്ടാരുങ്ങി ഉച്ചാറ് വരഞ്ഞു. തേങ്ങ താഴ്ത്തി കാവിൽ കയറി ചക്ക കൊത്തും കുടവരവും കഴിഞ്ഞു. ഇനിയാണ് തിരുമുറ്റത്ത് ദൈവത്താർ ഈശ്വരന്റെ തറമേൽ കയറലും പൊന്മുടി വെപ്പും. ഒരിക്കൽ കൂടി രാമരാജ്യത്തിലൂടെ ദൈവത്താറിഞ്ഞെഴുന്നള്ളത്ത് മുറുകുന്നു ചെണ്ടമേളം. വിരഹിയായ ശ്രീരാമചന്ദ്രന്റെ തിരുയെഴുന്നള്ളത്ത്. അഗ്രജൻ ലക്ഷ്മണനായി അംഗക്കാരനും ഹനുമാനായി ബപ്പുരനും അകമ്പടിയായി വാനരപ്പടയുടെ മെയ്യാല് കൂട്ടലിനു വില്ലിനു കുളുത്താറ്റിയോരുടെ നിരക്കി പാച്ചലും തടവ പൊളിച്ചു പാച്ചലും. തഴുകിക്കടന്നു പോയ കാറ്റിലും കണ്ണുനീർ പാളിക്കപ്പുറവും കാഴ്ചയായി ഗന്ധമായി അശോകപ്പൂവുകൾ ശോണരാശിയായി തിരുനെറ്റിയിൽ വിരിഞ്ഞു നിൽപ്പൂ. 1000 നിനവുകൾ തന്നൊരീ പ്രണയസൂനം. അണിയറയിൽ മുഖത്തെഴുത്ത് കഴിഞ്ഞു, ആടയാഭരണങ്ങളണിഞ്ഞു. അതിരാളനൊരുങ്ങി, മക്കളൊരുങ്ങി, അരുണോദയത്തിൽ ചമഞ്ഞൊരുങ്ങി. കാൽച്ചിലമ്പ് തടുതിയിലൊന്നു കിലുങ്ങി. കേൾക്കുന്നുണ്ട് കൈത്താളവും തോറ്റവും കുഴലൂത്തും തുടങ്ങി. ചെണ്ടതൻ ദ്രുതതാളത്തിൽ പന്തത്തിൻ ശോണപ്രഭയിൽ ജ്വലിക്കുന്നീ അശോകപ്പൂക്കൾക്കൊപ്പം ജ്വലിക്കുന്നു ജാനകി നിൻ മനവും. ജനാർദ്ദന നിന്നെയോർത്ത്. അശോകവനത്തിലെ മൈഥിലിയല്ലിത് രാമനുപേക്ഷിച്ച സീതയാമങ്കന വേർപാടിൻ വേദനറിഞ്ഞില്ല, മിഴികൾ നിറഞ്ഞുമില്ല. ഉണ്ടല്ലോ 2 പൊന്നോമനകൾ എനിക്കായിവിടെ. ആരവം കേൾക്കുന്നു, വരുന്നുണ്ട് ലവകുശന്മാർ, വരുന്നുണ്ട് ലവകുശന്മാർ. യാഗാശ്വവുമായി ഇന്നീ പർണശാലയിൽ. രാഘവ, നീ തേടി വരുന്നതെന്റെ രാജകുമാരന്മാരെയല്ലയോ? എനിക്കാവില്ലിത് കണ്ടു നിൽക്കാൻ. അമ്മേ ദേവി,
മടങ്ങി വരട്ടെ ഞാൻ നിൻ മാറിൻ ചൂടിലേക്ക്, വീണ്ടുമൊരു കുഞ്ഞായി പുനർജനിക്കാൻ. പൃഥ്വി തൻ മാറിടം ചുരന്നു, നെഞ്ചകം കുലുങ്ങിപ്പിളർന്നു, ഉയർന്നു വന്നു വസുന്ധര. കൈപിടിച്ചു കൊണ്ടുപോയി വൈദേഹിയെ, ഇന്നും ജ്വലിക്കുന്നീ മണൽക്കൂനയിൽ അഗ്നിവർണ്ണമായി അശോകപ്പൂവുകൾ.